തൃശ്ശൂരിലെ ജനതയോട് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരാത്ത, എൻ്റെ ഹൃദയത്തിന് ഒതുക്കി വയ്ക്കാൻ കഴിയാത്ത അത്രയും നന്ദിയും കടപ്പാടുമുണ്ട്. ഞാൻ അപ്പോഴും പറയും, നമുക്കൊരു 2.5-3 ലക്ഷം പേര് നമ്മുടെ പാർട്ടിയോട് യോജിക്കാത്തവരും നമ്മുടെ പാർട്ടിയെ ഇതിനു മുമ്പ് അംഗീകരിക്കാത്തവരും ഇപ്പോഴും പാർട്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് ചിന്തകൾ കടത്തിവിടുന്ന ഒരു പറ്റം ആൾക്കാരാണ് കേരളത്തിലെ മുഴുവൻ മലയാളികളുടെ എന്ന് പറയുമ്പോൾ ലോകമെമ്പാടും പരന്നു കിടക്കുന്ന മലയാളികളുടെ പ്രാർത്ഥനയ്ക്ക് വഴങ്ങി അവരുടെ ഹൃദയത്തിൻ്റെ വഴി ഈ വിരൽ തുമ്പിലൂടെ 26-ാം തീയതി താമര ചിഹ്നത്തിൽ ചാർത്തി ഈ ഒരു അഭിമാന മുഹൂർത്തം നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ സമ്മാനിച്ചത്. അതിന് ആരോടൊക്കെ നന്ദി പറയണം എന്നെനിക്കിപ്പോഴും നിശ്ചയമില്ല. ലോകത്തോട് മുഴുവൻ പറയണം. ശ്രീ നരേന്ദ്രമോദി സർക്കാരിൻ്റെ 3-ാം അധ്യായം ശക്തമായി വരണമെന്ന് ആഗ്രഹിച്ച് ഭാരതീയരല്ലാത്ത ഒരു സമൂഹത്തോടും തൃശ്ശൂരിന് വേണ്ടി അതിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ഹൃദയ കാഴ്ചശക്തിയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. അവരെ ഞാൻ കാൽതൊട്ട് വന്ദിക്കുകയാണ്. പക്ഷേ ഇതൊരു തുടക്കം പോലുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതൊരു വലിയ തുടക്കത്തിനുള്ള ചിന്തയുടെ തിരുനാളം തെളിയിച്ചിരിക്കുന്നത് മാത്രമാണ് തൃശ്ശൂരിൽ സംഭവിച്ചത്. അവിടുത്തെ കാര്യകർത്താക്കൾ പ്രവർത്തിച്ച രീതി 1.5 വർഷം കാലമായി ഞാൻ നേരിട്ട് അവരോടൊപ്പം സഞ്ചരിച്ച് മനസ്സിലാക്കിയ തന്ത്രങ്ങളൊന്നുമില്ല. എന്നാൽ മുൻകാലങ്ങളിലെ പ്രവർത്തന രീതിയിൽ നിന്ന് ഒരുപാട് മാറിയുള്ള പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ആവിഷ്കരിച്ചപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാനും ആ പുതു ആവിഷ്കാര രീതിയിൽ അവർക്ക് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചത് ഈ വിജയത്തിൻ്റെ വലിയൊരു പങ്ക് വഹിച്ച പ്രവർത്തനമാണ്. ഞാൻ തൃശ്ശൂരിലെ കാര്യകർത്താക്കളെ മുഴുവൻ, അതുപോലെ തന്നെ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, ഇപ്പോഴും ഇല്ലാത്ത 100 കണക്കിന് സ്ത്രീകളാണ് കൂടുതലും, 100 കണക്കിന് 1000 പ്രവർത്തകരാണ് SG ഫോർ പാർലമെന്റ് എന്ന് പറഞ്ഞ് അങ്ങ് ബോംബെയിലും പൂനെയിലും ചെന്നൈയിലും ഡൽഹിയിൽ നിന്നുമൊക്കെ കേരളത്തിൻ്റെ തന്നെ മറ്റ് 13 ജില്ലകളിൽ നിന്നും അവരുടെ കണക്കെടുക്കാൻ അവിടുത്തെ ജില്ലാ പ്രസിഡന്റിന് പോലും ഇപ്പോൾ സാധിക്കാത്ത തരത്തിൽ അത്രയും ഘനത്തിലാണ് പ്രവർത്തകരെ നമുക്ക് തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു തിരുനാളമൊന്ന് തെളിയിക്കാൻ മാത്രമാണ് നമുക്ക് സാധിച്ചിരിക്കുന്നത്. ഇതിനി ആ കെടാവിളക്കിലേക്ക് നല്ല വെള്ളി ചില്ല് പതിച്ച് അതിന് ആ ഒരു തിരിക്ക് നമുക്ക് ഒരുപാട് രൂപങ്ങളും ഒരുപാട് എണ്ണവും തെളിയിക്കാൻ, ആ തിളക്കത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതിന് വളരെ ശക്തമായ പ്രവർത്തനം മാത്രമാണ്. ശ്രീമതി ശോഭ ഇവിടെ പറഞ്ഞു, ആര് നിന്നാലും ജയിച്ചു വരണം, ജയിപ്പിച്ചു വിടണമെന്ന് പറഞ്ഞു. ആര് നിന്നാലും അല്ല, നിന്നാൽ ജയിക്കുന്നവർ നിൽക്കാൻ വരണം. കാരണം ഈ ജയത്തിൻ്റെ ഉത്തരവാദിത്വം തൃശ്ശൂരിലെ ജയവുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത്. അത് വലിയ ഒരു ശക്തി കേന്ദ്രത്തിലേക്ക് നിങ്ങൾ ഒരു കണ്ണി മാത്രമാണ് നൽകിയിരിക്കുന്നത്. കേരള നിയമസഭയിലേക്ക് പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും പോകുന്ന 2 തിരുനാളങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് 2026 സംഭവിച്ചാൽ അങ്ങനെ, അതല്ല അതിന് മുമ്പത് സംഭവിക്കുമെങ്കിൽ ഒരു 27 പേർ അതിനകത്ത് വരണം. കേരളം ആര് ഭരിക്കണമെന്ന് ആ 27 പേർക്ക്
ചേർന്നെടുക്കുന്ന ശക്തി, ആ ശക്തി സ്വീകരിക്കുന്നിടത്താണ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ നിലപാട്, അവരുടെ ഭരണ നിലപാട് എല്ലാം ഇവിടെ ശക്തമായി സ്ഥാപിക്കാൻ പോകുന്നത്. ഒരു കാരണവശാലും ഞാൻ നേതാക്കൾ അവരുടെ രാഷ്ട്രീയ പരിചയം വെച്ച്, സമ്പന്നത വെച്ച് അത് പറയും, അതിനവർക്ക് അവകാശമുണ്ട്. ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞതാണ്. നമുക്ക് അത്യാവശ്യം വേണ്ടത് ഭരണം നിശ്ചയിക്കണം, ഭരണത്തിൽ സ്വാധീനം ചെലുത്തുക. പ്രീണനം നശിപ്പിക്കപ്പെടേണ്ട ഒരു പ്രവർത്തനമാണ് ചിന്താഗതി. അതും നിശ്ചയിക്കാൻ ഈ 27 പേർക്ക് സാധിക്കണം. 21 തിരക്കേടൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ കണക്കൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്. ഇത് മറ്റേ ട്രോളുകാർ ഇപ്പൊ എടുത്തിട്ട് പെരുമാറാൻ തുടങ്ങണം. തുടങ്ങിയാൽ നമ്മൾ വിജയിക്കും. അതാണ് എന്റെ ജീവിതം തെളിയിച്ചത്. ട്രോള് ചെയ്യണം. മറ്റേ ഗംഗും എന്നൊക്കെ പറഞ്ഞു വരത്തില്ലേ, അവരൊക്കെ ഇതെടുത്തിട്ട് പെരുമാറണം. അത് മാത്രമാണ് നമുക്ക് വിജയ വഴി. അവരെന്തൊക്കെ നിശ്ചയിച്ചു, അതിന്റെ എതിരെഴുത്ത് നടത്തിയത് കേരളത്തിലെ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്ന് വിശ്വസിക്കുന്ന ശുദ്ധ മനസ്സുള്ള, ഭാരതമെന്ന് ചിന്തിച്ച്, കേരളമെന്ന് ചിന്തിച്ച് മനുഷ്യരാണ് അവർക്കെതിരെ വോട്ട് രേഖപ്പെടുത്തിയത്. അത് സംഭവിക്കട്ടെ. ഇതൊരു പ്രവചന സ്വഭാവമുണ്ടെന്ന് തന്നെ കരുതിക്കോളൂ. 2026 അതിനു മുമ്പായാലും അവശേഷിക്കുന്ന 41-ൽ 4ാമത്തെ അംഗത്തെ രാജ്യസഭയിലേക്ക് അയക്കണമെങ്കിൽ അവശേഷിക്കുന്ന 41-ൽ 21 വലുത്. അവിടെയും തൃശ്ശൂരിലെ പോലെ തന്നെ 1-ന് വലിയ ബലമുണ്ടാവും. ആ 1-ന്റെ തുടക്കം കുറിക്കേണ്ടത് ഈ ഉപതെരഞ്ഞെടുപ്പിലാണ്. കൃത്യമായി ഇങ്ങനെയുള്ള തൃശ്ശൂർ എനിക്കിഷ്ടമാണ്. തൃശ്ശൂർ എനിക്ക് വേണം. ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം. എന്നിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക. പക്ഷെ പാലക്കാട് നിന്ന് എനിക്കത് മാറ്റി പറയേണ്ടി വരും. നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ, ഈ കേരളം ഞങ്ങൾ ഇങ്ങെടുക്കും. ഇതും ആ ട്രോളേഴ്സ് എടുത്തിട്ട് ഇനിയൊന്ന് പെനത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ട്രോളേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. സംസ്കാരത്തിനേറ്റ് ഏറ്റവും വലിയ ചൂതിയാണ് ഈ പ്രവർത്തനം. ഒരു രാജ്യം, ഒരു സംസ്ഥാനം, ഒരു പഞ്ചായത്ത്, ആ പഞ്ചായത്തിലെ അവസാനത്തെ ഗൃഹം, അതിലെ അവസാനത്തെ സന്താനം രാജ്യത്തിൻ്റെ വിലമതിക്കാനാവാത്ത പൊരുളാണ്. ആ പൊരുളിന് ഈശ്വരനാൽ ഒരുക്കപ്പെട്ടിട്ടുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന, ആ സാധ്യതയിൽ എത്താതിരിക്കാനുള്ള, ഇംഗ്ലീഷിൽ അതിന് ഡിഫ്ലക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ആ ഡിഫ്ലക്ഷൻ മാത്രമാണ് ഇത്തരം ഒരച്ചു നോക്കലിലോ തുരന്നു നോക്കലിലോ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഒരച്ചു നോക്കാൻ വരുന്നവരുടെ എണ്ണം കൂടുന്നിടത്താണ് നമ്മുടെ ഉദ്ദേശശുദ്ധിക്ക് ഫലം കണ്ടെത്താനാവുന്നത്. ഉറച്ചു നോക്കാൻ വന്നവരൊക്കെ എവിടെ പോയി? മാതാവ് തലയ്ക്കടിയും കൊടുത്ത് പറഞ്ഞയച്ചു. ആണോ? നമുക്ക് ദൈവങ്ങളിലാണ് വിശ്വാസം. അത് കുരിശിലേറ്റപ്പെട്ട കൃഷ്ണനായാലും, ഒരു വിഷയമ്പേറ്റ് അവസാനിക്കേണ്ടി വന്ന നമ്മുടെ ദൈവങ്ങളായാലും, അല്ലെ, പുല്ലുവെട്ടി പരസ്പരം കൊന്നൊടുക്കിയ യാദവകുലത്തിൻ്റെ
ദുരന്താവസ്ഥ എല്ലാവരും നമ്മൾ ദൈവങ്ങളായിട്ട് കണ്ട് നന്മയ്ക്കെന്നും ഏൽക്കുന്ന അടി. പക്ഷെ നന്മയ്ക്ക് നൽകലിൻ്റെ ഒരു ഉത്തുംഗ ശൃംഗം ലഭിക്കും. അതിങ്ങനെ കാലഘട്ടങ്ങൾ മാറി മാറി ലഭ്യതയിൽ വന്ന് കലാശിക്കട്ടെ, ലഭ്യതയിൽ മാത്രം വന്ന് കലാശിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗ്യരായ സ്ഥാനാർത്ഥികൾ ചേലക്കരയിലും വരണം, പാലക്കാട്ടും വരണം, വയനാട്ടിലും വരണം.